നമസ്കാരം. കഥ എങ്ങനെ എഴുതണമെന്ന് ആർക്കും ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം. കഥ ജീവിതം തന്നെയാണ് അല്ലേ? അതായത് കഥയുടെ അർത്ഥം എന്ന് പറയുന്നത് ജീവിതവുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്താണ് അവൻ്റെ കഥ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? കഥ കഴിഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കഥ ശരിക്കും ജീവിതം തന്നെയാണ്. ജീവിതത്തിൻ്റെ പല വഴികളെയും നമുക്കറിയാത്ത അനുഭവങ്ങളും കഥ നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, അതിനുള്ള കെൽപ്പുള്ളത് കഥകൾക്കാണ്. കഥകളെ നമ്മൾ നേരായ വെളിച്ചത്തിലേക്ക് നയിക്കും. കഥ കൊണ്ട് അധികാരം പിടിച്ചെടുക്കാനും കഴിയും. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇന്ത്യയിലിപ്പോൾ സംഭവിച്ച് കഴിഞ്ഞത്. എന്താണെന്നറിയോ? എന്താണ്? ഒരു കഥ കൊണ്ടാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘടന അധികാരം കൈയടക്കിയത്. ഏത് കഥയാണ്? ശ്രീരാമൻ്റെ ജനിച്ച സ്ഥലമാണ് അയോധ്യ. അവിടെ ശ്രീരാമൻ്റെ പേരിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന കഥ. അപ്പോൾ കഥ കൊണ്ട് നമുക്ക് അധികാരം കൈയാളാൻ പറ്റും. കഥ കൊണ്ട് നമുക്ക് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ പറ്റും. കഥ കൊണ്ട് നേരായ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റും. അങ്ങനെ കഥയുടെ പലവിധ സാധ്യതകളുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്ന ആൾ, എഴുത്തുകാരിയാവാൻ ആഗ്രഹിക്കുന്ന ആൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കഥ വായിച്ച് ആരെങ്കിലും, അത് പല തരത്തിലുള്ള പ്രായക്കാരുണ്ടാവും, പല ചിന്താധാര പിന്തുടരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു കഥ അല്ലെങ്കിൽ നോവൽ അല്ലെങ്കിൽ കവിത വായിച്ചിട്ട് അവർക്ക് ലോകത്തെ കുറച്ചും കൂടി പ്രസാദാത്മകമായി തോന്നാൻ, അല്ലെങ്കിൽ ലോകത്തെ കുറച്ചും കൂടി ആഴമേറിയ സ്നേഹത്താൽ ചേർത്ത് പിടിക്കാൻ തോന്നിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ കഥ അല്ലെങ്കിൽ നമ്മളുടെ കവിത, നമ്മളുടെ നോവൽ അതിൻ്റെ ദൗത്യം നിറവേറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ജീവിതത്തിൻ്റെ തെളിച്ചവും വെളിച്ചവും തരുന്ന ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ഖുറാനിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, ബൈബിളിലുണ്ട്, ഈസോപ്പ് കഥകളിലുണ്ട്, അല്ലെങ്കിൽ ജാതക കഥകളിലുണ്ട്, 1001 അറേബ്യൻ രാവുകൾ എന്ന ഷഹറാസാദ് പറഞ്ഞ കഥകളിലുണ്ട്, അലാവുദ്ദീനും അത്ഭുത വിളക്കും, 1001 അലിബാബയും 41 കള്ളന്മാരൊക്കെയുള്ള ഷഹറാസാദിൻ്റെ 1001 രാവുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെളിച്ചം തരുന്ന കഥകൾ വായിച്ച ആളുകളായിരിക്കും നിങ്ങൾ. വെളിച്ചം തരുന്ന കഥകൾ വായിച്ച ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന കഥകളും അത്തരത്തിലുള്ള തെളിച്ചം നിറഞ്ഞതായിരിക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പം ഞാൻ എൻ്റെ കഥയെഴുത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കഥ തന്നിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്കറിയപ്പെടാത്ത മനുഷ്യരുമായിട്ട് സാഹോദര്യം നൽകി എന്നുള്ളതാണ്. പാബ്ലോ നെരൂദയുടെ ഒരു കവിതയുണ്ട്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ കവിതയുടെ പേര്. ആ കവിതയുടെ തുടക്കം, എനിക്കറിയപ്പെടാത്ത മനുഷ്യരുമായിട്ട് നീ എനിക്ക് സാഹോദര്യം നൽകി എന്നുള്ളതാണ്. അതേപോലെ കഥ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്കറിയാത്ത കുറേ മനുഷ്യരുമായിട്ട് എനിക്ക് സഹോദരതുല്യമായ, സ്നേഹതുല്യമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് കഥ തന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് കഥയുടെ, ഇപ്പോൾ മരണവംശമായാലും എൻ്റെ മറ്റ് കഥകളായാലും അല്ലെങ്കിൽ ഞാൻ എഴുതിയ സിനിമകളായാലും ഒക്കെ തന്നെ എവിടെയൊക്കെ ഉള്ളൂ മനുഷ്യർ, കേരളത്തിൽ അകത്തും പുറത്തും ജീവിക്കുന്ന മനുഷ്യരോടായിട്ടുള്ള സൗഹൃദം എനിക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോവുക എന്നതിനോടൊപ്പം പുതിയ ആളുകളെ എൻ്റെ കഥകൾ വായിച്ച് ലോകത്തെയും സമൂഹത്തെയും കുറിച്ച് കുറച്ചും കൂടെ തെളിച്ചമാർന്ന ഒരു ചിന്താധാരയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഞാൻ നടത്തേണ്ടതുണ്ട് എന്ന് മറ്റാരെക്കാളും എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ കഥ എഴുതുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റ് സർഗരചനകൾ നിർവഹിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ കഥ എങ്ങനെ എഴുതണമെന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. പലരും പല രീതിയിലാണ് കഥ എഴുതുന്നത്. ഇപ്പോൾ ആനന്ദ് എന്ന എഴുത്തുകാരനുണ്ട്. ആനന്ദ് എഴുതുന്ന പോലെ എനിക്ക് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ആനന്ദ് എഴുതുന്ന പോലെ എം മുകുന്ദൻ എഴുതാൻ പറ്റില്ല, എം മുകുന്ദൻ എഴുതുന്ന പോലെ ഒ വി വിജയൻ എഴുതാൻ പറ്റില്ല, ഒ വി വിജയൻ എഴുതുന്ന പോലെ സന്തോഷ് ചേച്ചിക്കാരൻ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട്, ഒരു എഴുത്തിൻ്റെ വഴിയുണ്ട്. ഇപ്പോൾ പഞ്ചതന്ത്രം കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? പഞ്ചതന്ത്രം കഥകളിൽ ഉള്ള ഒരു മൃഗലോകമല്ല 1001 രാവുകളുടെ മൃഗലോകം.
1001 രാവുകളുടെ മൃഗലോകമല്ല ജാതക കഥകളിലെ മൃഗലോകം. അപ്പോൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കഥ എഴുതുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഥ എഴുതുന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ധാരാളം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പഴയ ആൾക്കാരെ, ഇപ്പോൾ ബഷീർ, പിന്നെ ഒ വി വിജയൻ, കോവിലൻ, കേശവദേവ് തുടങ്ങിയ എഴുത്തുകാരുടെ കൃതികൾ, ഒരുപാട് എഴുത്തുകാരുണ്ട്, അവരുടെ കൃതികൾ വായിക്കുക. അതോടൊപ്പം തന്നെ കണ്ടംപററി ആയിട്ട് പുതിയ കാലത്ത് കഥകൾ എഴുതുന്ന, കവിതകൾ എഴുതുന്ന, നോവലുകൾ എഴുതുന്ന ആളുകളുടെ രചനകൾ വായിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ എഴുത്ത്, അപ്പോൾ നമ്മൾ ആ സമയത്ത്, ഞാനൊക്കെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ആ സമയത്തൊക്കെ നമ്മൾ കഥകളുമായിട്ട് മുന്നോട്ട് കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പം ഞാനൊക്കെ എൻ്റെ ഒരു 9ാം ക്ലാസ്സിൽ സംഭവിച്ച വെച്ചാൽ 9ാം ക്ലാസ്സിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞ നോവൽ എം മുകുന്ദൻ്റെ വായിച്ചു. എം മുകുന്ദൻ്റെ നോവൽ വായിച്ച് എനിക്ക് ഭയങ്കര പ്രാന്തായി, ഭയങ്കര ഇഷ്ടമായി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അന്ന് 9ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ നോവൽ എഴുതി. ആ നോവലിൻ്റെ പേര്, എൻ്റെ വീട്ടിന് മുമ്പിൽ ഒരു കണ്ണിച്ചിറ പുഴയുണ്ട്, കണ്ണിച്ചിറ പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നോവൽ എഴുതാൻ തുടങ്ങി. അതായത് കണ്ണിച്ചിറ പുഴയുടെ തീരങ്ങളിലുള്ള മനുഷ്യരുടെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, മരിച്ചിരിക്കുന്ന മനുഷ്യരുടെ അനുഭവം വെച്ച് എം മുകുന്ദൻ എഴുതിയ പോലെ എഴുതി. അപ്പോൾ എനിക്ക് 3 അധ്യായം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എം മുകുന്ദൻ എഴുതുന്ന നോവൽ പോലെ, എഴുതിയ നോവൽ പോലെ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം അതിൻ്റെ ഒരു അനുകരണമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് നിർത്തി. അതേപോലെ എം ടിയുടെ കൃതികൾ വായിച്ചിട്ട്, എം ടിയുടെ കൃതികളുടെ എല്ലാം നായർ തറവാടുകളുടെ സംഘർഷങ്ങളാണല്ലോ. അപ്പം ഞാൻ എം ടിയുടെ കൃതികൾ വായിച്ചിട്ട് എം ടിയെ പോലെ എഴുതാൻ തുടങ്ങി. പക്ഷെ എൻ്റെ നാട്ടിൽ നായർ തറവാടുകൾ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനത് കട്ട് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ വായനയുടെ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വരും. പിന്നെ നമ്മളതായിട്ടുള്ള ഒരു പാത നമ്മൾ തന്നെ സ്വയം കുഴിച്ച് വെട്ടിത്തെളിച്ച് ഉണ്ടാക്കും. അത് നമ്മൾ പോലും അറിയില്ല നമ്മളുടെ ഒരു റൂട്ട് ഉണ്ടാക്കുന്നത്. ദ റോഡ് ഈസ് നോട്ട് ടേക്കണിൽ റോബോട്ട് ഫസ്റ്റ് പറയുന്ന പോലെ എല്ലാവരും പോയ വഴിയിലൂടെ പോവാതെ എൻ്റേതായ ഒരു വഴിയിലൂടെ പോകുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ഉണ്ടാവുന്നത്. അത് ആ വഴിയിലേക്ക് എത്തിപ്പെടാൻ ഒരു സമയമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിലാണ്, 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ തൊട്ടിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. നാടകം എഴുതി, കവിത എഴുതി, ചെറുകഥ എഴുതി, വീണ്ടും അങ്ങനെ മാറി എഴുതി. ഞാൻ എൻ്റെ ഒരു റൂട്ട് മനസ്സിലാക്കുന്നത് എൻ്റെ എഴുത്ത് കുറച്ചും കൂടെ പ്രാദേശികമാവണം, ലോക്കൽ നറേറ്റീവ് ആവണം എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു 17ാം വയസ്സിലാണ്. അപ്പോൾ അതുവരെ ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 6ാം ക്ലാസ് തൊട്ടിട്ട് ഞാനൊരു പ്രീ ഡിഗ്രി കാലം വരെ ഞാൻ എൻ്റെ റൂട്ട് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർഗ്ഗലോകമുണ്ട്, ആ ഒരു സർഗാത്മകമായ ലോകമുണ്ട്. ആ സർഗാത്മകമായ ലോകവും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റീവ് ലോകമുണ്ട്, എഴുത്തിൻ്റെ ഒരു ലോകം. അത് രണ്ടും തമ്മിലുള്ള ഒരു അടി നടക്കും. ഒരുതരം എന്താ പറയുക, ഒരുതരം വളരെ ജനാധിപത്യപൂർണമായിട്ടുള്ള ഒരു അടി നടക്കും. ഇപ്പോൾ എം ടി എഴുതുന്നു, അല്ലെങ്കിൽ സന്തോഷ് ചേച്ചിക്കാരൻ എഴുതുന്നു, അല്ലെങ്കിൽ സക്കറി എഴുതുന്നു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയത് വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്ന് കഥയും കവിതയും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് താരതമ്യം ചെയ്യും. ഒന്നും താരതമ്യത്തിന് അർഹമല്ല, അത് വേറെ കാര്യം. നിങ്ങൾ എന്ത് കൃതിയായാലും എൻ്റെ മോശമാണെന്ന് വിചാരിക്കരുത്. എല്ലാ കൃതിക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. ചെറുതും വലുതുമാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. അപ്പം നിങ്ങളായിട്ടുള്ള റൂട്ടിലേക്ക് എത്തണമെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുകയും നിങ്ങളുടെ അനുഭവ ലോകം കഥകളിൽ ആവിഷ്കരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചാൽ മതി. നിങ്ങൾ ചുറ്റുപാട്, കാരണം എല്ലാവരും കാസർഗോഡല്ലേ, കാസർഗോഡ് ഏറ്റവും അധികം കഥകളുള്ള സ്ഥലമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അപ്പുറം ഇപ്പുറം എല്ലായിടത്തും കഥകളുണ്ട്. ഇപ്പോൾ കാസർഗോഡ് മുസ്ലിം ജീവിതം മുഖ്യധാര സാഹിത്യത്തിൽ അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു കൃതി പറഞ്ഞേ. കാസർഗോഡ് മുസ്ലിം മതവിഭാഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം അടയാളപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും കൃതിയുണ്ടോ? കാസർഗോഡില്ല. ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഹ്മാൻ മാഷ് എഴുതിയിട്ടുണ്ട്, ചില പുളിമൂട്ടിൽ അദ്രുഹാജി MA എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ശ്രമങ്ങൾ ഉണ്ടായി എന്നല്ലാണ്ട്, ഇപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരകശിലകൾ എഴുതിയ പോലെ, അല്ലെ അക്ബർ കക്കട്ടിൽ എഴുതിയതുപോലെ, അല്ലെങ്കിൽ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതുപോലെ ഒരു മുസ്ലിം ജീവിതം എന്തുകൊണ്ട് കാസർഗോഡ് നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുസ്ലിം മതവിഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള എഴുത്തുകാരുണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണ്. ഇഷ്ടം പോലെ ഇവിടെ ജിന്നുകളുടെ കഥയുണ്ടാവും, ഇവിടെ മലക്കുകളുടെ കഥയുണ്ടാവും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുടെ സങ്കടങ്ങളും സംഘർഷങ്ങളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ കഥകളുണ്ട്. ആ കഥകൾ കണ്ടെടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കഥകൾ കണ്ടെടുക്കപ്പെടുമ്പോൾ അതിന്
സ്വകീയമായിട്ടുള്ളൊരു ഭാഷ, അതിനനുസരിച്ചൊരു ഭാഷ രൂപപ്പെടും. ഇപ്പോൾ മരണവംശം എന്ന് പറയുന്നത് കാസർഗോഡ് ഒരു ജീവിതമാണ്. ഞാൻ അതിനനുസരിച്ചുള്ളൊരു ഭാഷ സ്വാഭാവികമായിട്ടും നമ്മളുടെ കൂടെ വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ചുറ്റുമുള്ളത് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ മറ്റേ അവിടെ അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പോളണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും എഴുതണ്ട. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന, നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നാട്ടിൻ്റെ അപ്പുറത്തോ അല്ലെങ്കിൽ വീട്ടിനകത്തോ ഒക്കെ നടക്കുന്ന കഥകൾ എഴുതിയാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരത്തിലുള്ള രചനകളാണ് ഈ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത്. അത് പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും. ഇപ്പോൾ അനീസ് സലീം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ട്, ഇംഗ്ലീഷ് ആംഗ്ലോ ഇന്ത്യൻ റൈറ്ററാണ്. പുള്ളി എഴുതുന്നത് കൊല്ലത്തെ പുള്ളിയുടെ മുസ്ലിം ജീവിതമാണ് പുള്ളി എഴുതുന്നത്. അതായത് ഉമ്മയുടെ കഥകൾ അല്ലെങ്കിൽ ആ കടപ്പുറത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പിന്നെ പുള്ളിയുടെ ദേശത്ത് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് പുള്ളി കഥയാക്കുന്നത്. അപ്പം അതിന് വായനക്കാരുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ല ഞാനൊരു കഥ എഴുതി കളയാന്ന് പറഞ്ഞിട്ട് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനം എഴുതുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ കലർപ്പുണ്ടാവും. ആ കലർപ്പ് നമുക്ക് എന്താ പറയുക, അത് നമുക്ക് വായിക്കുന്നവൻ്റെ ഹൃദയത്തിൽ തട്ടില്ല. നമ്മളിപ്പോൾ ഒരു വായിക്കുമ്പോൾ ഇത് നമ്മളുടെ റിലേറ്റഡ് ആണല്ലോ, ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്നത് വെച്ചാൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവ ലോകം വായനക്കാർക്ക് സമ്മാനിക്കുമ്പോഴാണ്. എന്തുകൊണ്ട് എം ടിയുടെ കൃതികൾ വായിക്കപ്പെടുന്നു? എം ടി കൂടല്ലൂർ എന്ന് പറയുന്ന ദേശത്തിൻ്റെ അനുഭവങ്ങൾ സാഹിത്യത്തിലും സിനിമയിലും ആവിഷ്കരിച്ചു എന്നുള്ള ആ കൂടല്ലൂർ നമുക്ക് അന്യമാണ്, നമുക്ക് അപരിചിതമാണ്. അതേപോലെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ തസ്രാക്ക് എന്നുള്ള മനുഷ്യരുടെ അനുഭവ ലോകം ഒവിജൻ ആഖ്യാനിക്കുകയാണ്. അപ്പം നമുക്കതൊരു വ്യത്യസ്തമാണ്. അതേപോലെ കുമ്പളയിലുള്ള, സീതാങ്കോളിയിലുള്ള, ഓർക്കാടിയിലുള്ള അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലുള്ള ആളുകൾ, മഞ്ചേശ്വരത്തുള്ള ആളുകളുടെ അനുഭവം ഒന്നും ഇപ്പോൾ സാഹിത്യത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കാസർഗോഡ് ഇപ്പോഴും എഴുത്തിൻ്റെ ഒരു അക്ഷയഖനിയാണ്. കുഴിച്ചെടുത്താൽ ഇഷ്ടം പോലെ അനുഭവങ്ങൾ കിട്ടും. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം നടത്തുക. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന തെറത്തിൽ മുസ്ലിം ജീവിതം വരുന്നുണ്ട്. ഉപ്പളയിലെ മറ്റേ തുർക്കിയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ തുർക്കിയിൽ നിന്നാണ് മറ്റേ അക്ബറിൻ്റെ കാലത്ത് അക്ബറിൻ്റെ അച്ഛനായിട്ടുള്ള പുള്ളി ഹൈദരലി അല്ലേ, ടിപ്പുവിൻ്റെ അച്ഛനായിട്ടുള്ള ഹൈദരലി അല്ലേ, ഹൈദരലിനല്ലേ? ടിപ്പുവിൻ്റെ അച്ഛൻ്റെ ഹൈദരലിയാണ് തുർക്കിയിൽ നിന്ന് അംഗരക്ഷകരായിട്ട് മൈസൂരിലേക്ക് തുർക്കി മുസ്ലിംസിനെ കൊണ്ടുവരുന്നത് അംഗരക്ഷകരായിട്ട്. അപ്പോൾ പുള്ളിയുടെ കാലശേഷം ടിപ്പുവിൻ്റെ കൂടെ ഇവർ അംഗരക്ഷകരായി നിന്നു. ടിപ്പു കൊല്ലപ്പെട്ടതോടുകൂടി ഇവർ പല വഴിക്ക് പലായനം ചെയ്തതിൽ ഒരു കൂട്ടർ എവിടെ എത്തി? ഉപ്പളയിലെത്തി. ആ ഉപ്പളയിലെ മുസ്ലിങ്ങളെ ആധാരമാക്കിയിട്ടാണ് എൻ്റെ പുതിയ നോവല്. എനിക്ക് പക്ഷെ പരിമിതിയുണ്ട്, എനിക്ക് പലതും അറിയില്ല. കാരണം അവരുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ശീലങ്ങൾ, പിന്നെ അവർ ഉപയോഗിക്കുന്ന ഭാഷാ വകഭേദങ്ങൾ, അപ്പം എനിക്കത് പരിമിതിയുണ്ട്. കാരണം ഞാൻ പുറത്ത് നിന്നുകൊണ്ടാണ് അത് എഴുതുന്നത്. പക്ഷെ ഞാൻ എൻ്റെതായ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അകത്തുണ്ട്, നിങ്ങൾ ഈ ജീവിതത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെ എളുപ്പമാണ് അത് എഴുതാൻ. അപ്പോൾ അത്തരത്തിലുള്ള എഴുത്ത് ഇപ്പം അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്, അതിന് വായനക്കാരുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇതിനുമായിട്ട് പറയാനുള്ളത്. ഇത്രയുമാണ്. അടുത്ത പരിപാടി ഉണ്ടായതുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. സാറേ, പിന്നെ സാറിൻ്റെ കുറച്ച് സെക്ഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ നിലപാടുകളൊക്കെ കൃത്യമായി പറയുന്നതൊക്കെ ചിലതിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ കിട്ടിയാൽ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മളുടെ രാജ്യത്തൊക്കെ നമ്മൾ ജനാധിപത്യ രാജ്യമാണ്, അതുപോലെ തന്നെ പുറത്തൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ട് പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അടുത്തായിട്ട് പത്മശ്രീയും പത്മഭൂഷണൊക്കെ അവാർഡുകളൊക്കെ കൊടുത്തു. അപ്പോൾ ചില ആളുകൾക്ക് അത് കൊടുക്കേണ്ടിയിരുന്നോ എന്നൊരു ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സാറിൻ്റെ നിലപാട് എന്താണ്? തീർച്ചയായും അത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതിലെന്താ സംശയം? അതിൽ അന്നും ഇന്നും മാറ്റമൊന്നുമില്ല. കാരണം രാജ്യം പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങ് ഇടപെടുന്ന, സത്യം പറയുന്നവനെ തടയിലിടുന്ന ഒരു കാർട്ടൂൺ ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണ്. ഒരു പക്ഷി പുറത്തിരിക്കുന്നു, ഒരു പക്ഷി കൂട്ടിനകത്താണ്. അപ്പോൾ പുറത്തിരിക്കുന്ന പക്ഷി ചിറകുകൾ വിടർത്തിക്കൊണ്ട് വളരെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി അസ്വാതന്ത്ര്യത്തിൻ്റെ ഭാരമേതുമില്ലാതെ എതിർപക്ഷിയോട്, കൂട്ടിലിരിക്കുന്ന പക്ഷിയോട് ചോദിക്കും, വൈ ആർ യു ഇൻ കേജ് എന്ന് ചോദിക്കും, എന്തുകൊണ്ടാണ് താങ്കൾ കൂട്ടിനകത്ത്? അപ്പോൾ ഈ പക്ഷി നിസ്സംഗതയോട് പറയും, ബിക്കോസ് ഐ സ്പീക്ക്, ഞാൻ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സംസാരിക്കുന്നവനെ, അതായത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ, ജനാധിപത്യ വിരുദ്ധത കൊണ്ട് നടക്കുന്ന അധികാര ശ്രമങ്ങൾക്കെതിരെ
സംസാരിക്കുന്നവരൊക്കെ തടവിലാക്കപ്പെടുകയോ നിശബ്ദരാക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു ഫാഷിസ്റ്റ് സ്പേസ് ഇന്ത്യയിലും ഒട്ടാകമാനം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അവാർഡ് നൽകുക, അവരുടെ കൂടെ നിർത്തുക, അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ അവഗണിക്കുക, ഒറ്റപ്പെടുത്തുക എന്നുള്ളത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ ഞാൻ എപ്പോഴും അന്നും ഇന്നും എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. ഞാനിപ്പോൾ എൻ്റെ വരാൻ പോകുന്ന സിനിമയും അത്തരമൊരു പരിപാടിയുമായി ബന്ധപ്പെട്ടതാണ്. സലീം അഹമ്മദ് സംവിധാനം ചെയ്തത്. അത് ഇതേപോലെ രാജ്യത്ത് ഈ എന്താ പറയുക, പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒരു പടമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയാൻ നിർബന്ധിക്കപ്പെടും. കാരണം തെരുവ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തെരുവ് എന്തുകൊണ്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എഴുത്തുകാരൻ പറയേണ്ടി വരും. അത് ഞാൻ ചെയ്യാറുണ്ട്, അതിന് ചെയ്യുകയും ചെയ്യും. ഞാൻ അത്ര ധൈര്യവാനൊന്നുമല്ല, പക്ഷെ എഴുതുമ്പോൾ എനിക്ക് ആരെയും പേടിയില്ല. വായന മരിക്കുന്നു എന്നുള്ളൊരു, വായനക്കാർ കുറയുന്നോ അല്ലെങ്കിൽ എഴുത്ത് അതിനാവശ്യമുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും മലയാളം വായന ഈ ജെൻസിയോടൊക്കെ താല്പര്യം കൂടുതലായി, ഭാഷ മാറി, ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ കൊറിയൻ സിനിമകൾ കാണുന്ന, ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന, ഇംഗ്ലീഷ് വായിക്കുന്ന കുട്ടികൾ. അപ്പോൾ നമ്മൾ പിന്നെയും മലയാളത്തിൽ വായിക്കുകയും മലയാളത്തിൽ ആലോചിക്കുകയും നമ്മുടെ കഥാപരിസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അത് വായിക്കപ്പെടും എന്നുള്ള വലിയൊരു ആശങ്ക ഉണ്ട്. അപ്പോൾ അതിനെ ആശങ്ക എങ്ങനെയാണ്? ആശങ്ക അസ്ഥാനത്താണ്. കാരണം വെച്ചാൽ ഇവിടെ മരണവംശം എന്ന് പറയുന്ന എൻ്റെ കൃതി വായിച്ചിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട്, വളരെ കൊളോക്കിയലായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാൻഡ്സ്കേപ്പിനെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള നോവലാണ്. അതിപ്പോൾ 35,000 കോപ്പി വിൽക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യമാണ്. കാരണം അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫിക്ഷൻ അപ്രോച്ചാണ്. അതിൻ്റെ ഭാഷ എല്ലാവർക്കും പിടികിട്ടണമെന്നില്ല. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് വരെയുള്ള ആളുകൾക്ക് മനസ്സിലായേക്കാം. പക്ഷെ പുറത്തുള്ള ആളുകൾക്ക് അത്ര കണ്ട് പിടികിട്ടിയെന്ന് വരില്ല. എന്നിട്ട് പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നല്ല വായനക്കാർ അതിനെ സ്വീകരിച്ചു എന്നുള്ളത് വായന മരിച്ചിട്ടില്ല. പിന്നെ അപ്പുറത്ത് പൾപ്പ് ഫിക്ഷൻ റീഡിങ് നടക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പൾപ്പ് ഫിക്ഷൻ ആരാധകരും പൾപ്പ് ഫിക്ഷന് വാഴ്ത്തുപാട്ടുകളും. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് മംഗളത്തിലും മലയാള മനോരമ വന്നിട്ടുള്ള നോവലുകളാണ്. അത് ആർത്തിയോടെ അടുത്ത ലക്കത്തിനായി അടുത്ത ലക്കം വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആളുകളിൽ ഞാനും ഉണ്ടായിരുന്നു. മറ്റേ സുധാകർ മംഗളോദയത്തിൻ്റെയും ജോയ്സിയുടെയും പിന്നെ ബാറ്റൺ ബോസിൻ്റെയും ഒക്കെ നോവലിൻ്റെ അടുത്ത ലക്കം എന്താണ്, എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലത്തെ എൻ്റെ 2 ചേച്ചിമാർ, ഞാൻ, എൻ്റെ ഏട്ടനൊക്കെ കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് വായിച്ചിട്ടാണ് ഞങ്ങൾ സീരിയസ് റീഡിങ്ങിലേക്ക് പോയത്. അപ്പോൾ വായന മരിക്കുന്നില്ല. എല്ലാ കാലത്തും 2 തരം വായനകൾ ഉണ്ടായിരുന്നു. ആ വായനയ്ക്ക് ആളുകളുണ്ട്. അത് ജനപ്രിയ സിനിമകളും മറ്റേ സമാന്തര സിനിമകളും പോലെ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ജനപ്രിയമായിട്ടുള്ള നോവലുകൾ വായിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ പതിയെ നമുക്ക് മടുക്കും, ക്രിഞ്ചായി തോന്നും. പിന്നെ നമ്മൾ പതിയെ സീരിയസ് വായനയിലേക്ക് പോകും എന്നുള്ളതാണ്. വായന ഇങ്ങനെ തന്നെയാണ്, വായന മരിക്കില്ല. കാരണം നല്ല കൃതികൾ ഇപ്പോഴും വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. താങ്ക് യു. അപ്പോൾ എല്ലാവരും വലിയ എഴുത്തുകാരാവട്ടെ. എവിടെ നിന്നും കാണുമ്പോൾ സംസാരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. താങ്ക് യു.